ഇന്നൊരു പായസമായാലോ? പായസം ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല അല്ലേ? എനിക്കെന്തായാലും ഇഷ്ടമാണ്. ചെറുപയർ പായസമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പായസമാണ് ചെറുപയർ പരിപ്പ് പായസം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഓണം വിഷു ഒന്നും ആവാൻ കാത്തിരിക്കേണ്ട, നമുക്ക് ആഗ്രഹം തോന്നുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞുതരാം. നമ്മൾ ചെറുപയർ പരിപ്പ് ഒന്ന് എടുത്തിട്ട് ഒന്ന് വറുത്ത് വെക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുക. അതൊന്ന് പുതിർന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ ഒരു 3-4 വിസിൽ കുക്കറിൽ അടിക്കുകയാണെങ്കിൽ നന്നായി വെന്ത് കിട്ടും. ആ പാകത്തിന് വെള്ളം വെച്ചിട്ട് കുറച്ച് ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പം തന്നെ നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ശർക്കര ആ ചെറുപയറിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് കിട്ടും. അങ്ങനെ ഇതാ 3-4 വിസിൽ അടിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചെറിയ ചൂടിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അതിലേക്ക് ഏലക്കായും ചെറിയ ജീരകവും കൂടെ പൊടിച്ചതും നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തേങ്ങാക്കൊത്താണ് കേട്ടോ വേണ്ടത്. നമ്മുടെ ഈ ഒരു ഉണക്കത്തേങ്ങ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു തേങ്ങ ചെറുതായിട്ട് നമ്മൾ ആക്കി വെക്കണം. അതും കൂടെ നെയ്യിലൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പായസത്തിന് പരിപ്പെടുക്കുന്ന സമയത്ത് കുറച്ചെടുത്താലും വെന്ത് കഴിയുന്ന സമയത്ത് അത് കൂടുതലായിട്ട് ഉണ്ടാകും. അപ്പോൾ ആവശ്യത്തിന് മാത്രം എടുക്കുക. കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിച്ച് കൂടുതൽ എടുത്താൽ ആ പായസം മുഴുവൻ നമ്മൾ തന്നെ കുടിച്ച് തീർക്കേണ്ടി വരും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.